ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കെതിരെ കേസ്. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് തിരുച്ചിറപ്പള്ളി പോലീസ് കേസെടുത്തത്. വാഹനങ്ങൾക്കും കടകൾക്കും ഉൾപ്പെടെ ടി.വി.കെ പ്രവർത്തകർ കേടുപാടുകൾ വരുത്തിയിരുന്നു. മുഹമ്മദ് റഹീസാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. ഇത് ഒരർത്ഥത്തിൽ പ്രതീക്ഷിച്ചത് തന്നെയാണ്. വലിയ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു പ്രവർത്തകർ. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്? ആർക്കെല്ലാം എതിരെ? ഇത് അപ്രതീക്ഷിതമല്ല, തീർച്ചയായിട്ടും കേസ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. നിലവിൽ 4 പരാതികളാണ് പോലീസിന് എത്തിയിട്ടുള്ളത്. അത് ഒന്ന് പോലീസ് സ്വമേധയാ എടുത്ത കേസാണ് പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്. മറ്റ് 3 വ്യക്തികൾ കൂടി ഇപ്പോൾ ടി.വി.കെതിരെ കേസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വിജയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ട് തിരുച്ചിറപ്പള്ളി സ്തബ്ധിച്ച ഒരു പകൽ, ആ ദിവസം പ്രവർത്തകർ ഒന്നാകെ റോഡിലേക്ക് എത്തുന്നു. പൊതുനിരത്തിലുണ്ടായിരുന്ന വാഹനങ്ങൾ, സ്വകാര്യ വ്യക്തികൾ പാർക്ക് ചെയ്ത വാഹനങ്ങളടക്കം, പോലീസ് വാഹനങ്ങളും ആംബുലൻസുകളും അടക്കമൊക്കെ ഇവർ തള്ളിക്കയറി. അതിനൊക്കെ മുകളിൽ കയറിയതൊക്കെയുമായി ബന്ധപ്പെട്ട് വലിയ കേടുപാടുകൾ ഇവയ്ക്കുണ്ടായിരുന്നു. ഈ റോഡ് സൈഡിലുള്ള കടകൾക്കൊക്കെയും വലിയ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. പലരും ഈ കടകളുടെ മുകളിലേക്കൊക്കെ കയറി, തകര ഷീറ്റിന് മുകളിലൊക്കെയായി പലരും ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ തന്നെ അന്ന് നൽകിയതാണ്. അപ്പോൾ അങ്ങനെ അതിന് മുകളിലൊക്കെ കയറി വലിയ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമായിട്ടും കേസുകൾ വന്നിരിക്കുന്നത്. മാത്രമല്ല, റോഡ് സൈഡിൽ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ പലതും തള്ളിയിട്ട് അതൊക്കെയും നശിപ്പിച്ചാണ് ഈ പ്രവർത്തകർ വിജയെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയത്. പലരും വാഹനത്തിലേക്ക് ഓടി വന്നപ്പോൾ തന്നെ സമീപത്ത് ഉണ്ടായിരുന്ന ഇത്തരത്തിൽ ബാരിക്കേഡുകൾ പോലെയുള്ളതൊക്കെയും നശിപ്പിച്ച് തകർത്തിട്ടൊക്കെയാണ് പോയത്. മാത്രമല്ല, പല ഇത്തരത്തിലുള്ള പൊതുമുതലുകൾക്കും കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഈ തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ വിജയ് വന്നിറങ്ങിയതുമായി ബന്ധപ്പെട്ട് അവിടെയും പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. അവർ എയർപോർട്ടിനുള്ളിലുള്ള ചില ഭാഗങ്ങളിലൊക്കെ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനും കേസുണ്ടാകുമെന്ന് അറിയുന്നത്. നിലവിൽ ജില്ലാ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ള 4 നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്തായാലും വിജയും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദുമായി ഒക്കെ അവർക്കൊന്നും കേസ് ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനം ഇനി വരാനുള്ളത്, അടുത്ത ശനിയാഴ്ച വിജയുടെ പര്യടനമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ടി.വി.കെക്ക് പോലീസ് എന്തായാലും ഈ നിർദ്ദേശങ്ങൾ ഒന്നുകൂടി നൽകുകയും ഇത് കർശനമായി പാലിക്കണമെന്ന് അറിയിക്കുകയും ചെയ്യും. കാരണം ഒരു തരത്തിലും പോലീസ് നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ കൂടിയായിരുന്നു ഈ റാലി മുന്നോട്ട് പോയത്. ടി.വി.കെ 6 വാഹനങ്ങൾ മാത്രമായിരുന്നു വിജയുടെ ഒപ്പം ഉണ്ടായിരുന്നത്, അത് ശരിയാണ്. പക്ഷേ പ്രവർത്തകരൊക്കെ ഒന്നാകെ ഇത്തരത്തിൽ റോഡ് ഷോ ആയിട്ട് തന്നെയാണ് വിജയ് അവിടേക്ക് വരികയും ചെയ്തത്. നിലവിൽ എന്തായാലും 4 കേസുകൾ ഉണ്ടായിരിക്കുന്നു. കേസുകളുടെ എണ്ണം കൂടാനാണ് സാധ്യത. സ്മിത, ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 4 നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് പോലീസ് കേസെടുത്തത്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ ചെന്നൈയിൽ നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.